ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ. അതായത് യൂഷ്വലി നമ്മുടെ ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ പോലും അവർ സെയിൽ ചെയ്യുന്നത് ഒന്നീ നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതിപ്പം ഡിഫറൻ്റായിട്ടൊന്ന് തിങ്ക് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല സെയിൽ നടക്കുന്ന ഒരു ഐറ്റമാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റവും ഇതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം നമുക്ക് ബിരിയാണിയുടെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 20 നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ. ഇതെല്ലാം നല്ല വലിപ്പമുള്ള നാരങ്ങയാണ്, ഒരേപോലെ പഴുത്ത നാരങ്ങയാണ്. ഇപ്പോൾ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്റ്റീമറിലേക്ക് ഇതിപ്പം വെച്ച് ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. കാര്യം കൂടുതൽ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നാരങ്ങയെല്ലാം പൊട്ടി ഇതിൻ്റെ ജ്യൂസൊക്കെ പുറത്തോട്ട് വരും. ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തെ ആ തൊലി ഒന്ന് സോഫ്റ്റ് ആകണം, അത് അത്രയും മതിയാവും. പിന്നെ ഒരു കപ്പിലേക്ക് 1/2 കപ്പ് വിനാഗിരിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മാറ്റി വെക്കണം. പിന്നെ ഞാൻ ഈന്തപ്പഴം എടുത്തിരിക്കുന്നത് ഒരു 40 എണ്ണം എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഈന്തപ്പഴമാണിത്. വലുതാണെങ്കിൽ ഒരു 30 എണ്ണം മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 40 എണ്ണം. ഇതിപ്പം ഡ്രൈ ആയതുകൊണ്ട് ഇത് സോക്ക് ചെയ്ത് ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്ത് കുരു കളഞ്ഞ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ വിനാഗിരി ലായനിയിൽ ഒന്ന് സോക്ക് ചെയ്ത് ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി കിട്ടും കുറച്ച്. ആ സമയത്ത് നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം. ഇതിപ്പം വല്ലിപ്പോള നാരങ്ങ ആയതുകൊണ്ട് 4ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വലിയ പീസായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് ഒന്നുകൂടെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് പുറത്തോട്ട് ചാടി വന്നിരിക്കുന്നതാണെങ്കിൽ ആ കുരുവൊക്കെ എടുത്ത് മാറ്റാം. പുറത്തോട്ട് വരുന്ന കുരു മാറ്റിയാൽ മതി, അല്ലാതെ ഉള്ളിൽ നിന്ന് നമുക്ക് കുരുവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ നാരങ്ങ എല്ലാം തന്നെ നമ്മളിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. സ്റ്റീം ചെയ്തായതുകൊണ്ട് ഇച്ചിരി നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നാരങ്ങയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വലിയ സ്പൂണ് 4 സ്പൂണ് ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുക്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടി ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കടുക് പൊട്ടുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ പൊടി ഇട്ടാലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഞാൻ ഉലുവയാണ് ഇട്ടേക്കുന്നത്. ഉലുവയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴത്തേക്ക് ഉണക്കമുളക് ചെറുതായിട്ട് പീസാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ട് പീസാക്കിയത്, വലിയ 2 പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ട്. അതിട്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഞാൻ വലിയ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് 3 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കി എടുക്കണം. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് വെളുത്തുള്ളി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കിടന്നൊന്ന് വാടി വരണം. ആ പച്ച ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരണം. അപ്പോഴത്തേക്ക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് മിക്സാക്കി വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക്
പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണിത്. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ആ ചൂടിൽ ഇത് നല്ലോണം മൂത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയാലും മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോവും. അതിന് ശേഷം ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയ ഈന്തപ്പഴം ആയതുകൊണ്ട് ഞാനൊരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ ഇത്രയും സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ വിനാഗിരി ഒഴിക്കുമ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ തന്നെ ഒരുവിധം സോഫ്റ്റായി കിട്ടും. ഇതിപ്പം ഡ്രൈ ആയിരുന്നുകൊണ്ട് ഇപ്പം ഞാൻ 3 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നിട്ട് പിന്നെ നമ്മൾ നാരങ്ങ ഇതിലോട്ടിട്ട് കൊടുക്കണം. നാരങ്ങ ഇതിലോട്ടിട്ട് ഇതുപോലെ നല്ലോണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. ലോ ഫ്ലെയിമിലേ ആകാവുള്ളൂ. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു ശകലം പോലും വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ചേർത്തിട്ടില്ല. ആ വിനാഗിരിയും പിന്നെ ആ നാരങ്ങയുടെ ജ്യൂസും എല്ലാം കൂടെ കൊണ്ട് ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇങ്ങനെ ജ്യൂസി പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ 1 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ അച്ചാർ റെഡിയായി. ഇനി തണുക്കുമ്പോൾ കുപ്പികളിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.